ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എന്നെങ്കിലും ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നിട്ടുണ്ടോ? ഒരു ഓർമ്മ എന്നതിനപ്പുറം ആരോ ഒന്ന് കണ്ടതുപോലെ കടുത്ത അനുഭവങ്ങൾ തന്ന സ്വപ്നങ്ങൾ നിങ്ങൾ കാണാറുണ്ടോ? അതോ വീട്ടിൽ പെട്ടെന്ന് എവിടെ നിന്നെന്ന് അറിയാത്ത ഒരു സുഗന്ധമോ അല്ലെങ്കിൽ എന്തെങ്കിലും കരിയുന്നത് പോലെയുള്ള മണമോ അനുഭവപ്പെട്ടിട്ടുണ്ടോ? നമ്മളിൽ പലരും ഇതൊക്കെ ഒരു യാദൃച്ഛികതയോ തോന്നലുകളോ ആയി തള്ളിക്കളയാറാണ് പതിവ്. എന്നാൽ ഈശോയുടെ തിരുമുറിവുകൾ ശരീരത്തിൽ വഹിച്ചിരുന്ന ആത്മീയ ലോകവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന പല തെളിവുകളും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ബൈബിൾ പറയുന്നത് ഇതൊന്നും വെറും യാദൃച്ഛികമല്ല. ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന വേദന അനുഭവിക്കുന്ന ആത്മാക്കൾ തങ്ങളുടെ മോചനത്തിനായി ഭൂമിയിലുള്ള നമ്മളോട് നടത്തുന്ന അടിയന്തര സഹായ അഭ്യർത്ഥനയാണിവ. അവർ അവിടെ കടുത്ത അഗ്നിയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി കാഴ്ചവെക്കാവുന്ന ഏറ്റവും വിലയേറിയ വലിയൊരു നിധി നമുക്കുണ്ട്. അതാണ് വിശുദ്ധ കുർബാന. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ നിങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയുന്ന വ്യക്തമായ ലക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്കായി നാം അർപ്പിക്കുന്ന ഒരു ഒറ്റ കുർബാനയ്ക്ക് സ്വർഗത്തിൽ എത്രമാത്രം വിലയുണ്ടെന്നും അത് ആ ആത്മാക്കളെ എങ്ങനെ സ്വതന്ത്രമാക്കുമെന്നും ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് നാം പരിശോധിക്കാൻ പോകുന്നു. ആത്മാക്കളുടെ മോചനത്തിന് കാരണമാകുന്ന ഈ വീഡിയോ എങ്ങോട്ടും മാറിപ്പോകാതെ ശ്രദ്ധയോടെ അവസാനം വരെ കേൾക്കുക. ഈ വലിയ ലക്ഷണങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ വിളി കേൾക്കാനും അവർക്ക് വേണ്ടി ഏറ്റവും വലിയ ബലിയായ വിശുദ്ധ കുർബാന അർപ്പിക്കാനും ആഗ്രഹിക്കുന്ന സകലരും ഇപ്പോൾ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ വിളി തിരിച്ചറിയാനും അവർക്കായി പരിശുദ്ധ കുർബാന അർപ്പിക്കാനും എന്നെ സഹായിക്കണമേ. നിങ്ങളുടെ ഈ പ്രാർത്ഥന ഒരുപക്ഷെ ഇന്ന് ഒരു ആത്മാവിനെ സ്വർഗത്തിലേക്ക് തുറന്നുവിടാനുള്ള വാതിലായി മാറിയേക്കാം. ഒന്നാമത്തെ ലക്ഷണം ഇതാണ്: ഉറക്കത്തിൽ വരുന്ന കടുത്ത സ്വപ്നങ്ങൾ. മൺമറഞ്ഞുപോയ നിങ്ങളുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ വളരെ വ്യക്തതയോടെ നിങ്ങളുടെ സ്വപ്നത്തിൽ വരുന്നു. അവരുടെ കണ്ണുകളിൽ വല്ലാത്തൊരു സങ്കടം നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് അവർ പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. ഇത്തരം സ്വപ്നങ്ങൾ കണ്ട് നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഭാരവും അസ്വസ്ഥതയും ഉണ്ടാകും. സഹോദരങ്ങളെ, അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? വചനം പറയുന്നു, ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപ പരിഹാര കർമ്മം അനുഷ്ഠിച്ചു. സ്വപ്നത്തിൽ വന്ന് അവർ നിങ്ങളോട് യാചിക്കുകയാണ്. അവർക്ക് വേണ്ടി അർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രായശ്ചിത്ത ബലി വിശുദ്ധ കുർബാനയാണ്. ആ ഓർമ്മ വരുമ്പോൾ തന്നെ അവർക്കായി ഒരു കുർബാന ചൊല്ലിക്കാൻ നിങ്ങൾ ഓടിയെത്തണം. രണ്ടാമത്തെ ലക്ഷണം നമ്മുടെ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അകാരണമായ മരണങ്ങളും ശാരീരികമായ ഭാരവും. നിങ്ങൾ മുറിയിലിരിക്കുമ്പോൾ പെട്ടെന്ന് നല്ല സുഗന്ധമോ അല്ലെങ്കിൽ എന്തോ കരിയുന്നത് പോലെയുള്ള മണമോ വരാം. ഇത് ആ ആത്മാവ് കടുത്ത ശുദ്ധീകരണ അഗ്നിയിലൂടെ കടന്നു പോകുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. അതുപോലെ പെട്ടെന്ന് മുറിയിൽ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുമലിൽ വലിയൊരു ഭാരമോ തോന്നാം. ലൂക്ക 16:24 പാതാളത്തിൽ കിടക്കുന്ന ധനവാൻ കരയുന്നു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന യാതന അനുഭവിക്കുന്നു. ആത്മാക്കളുടെ ആ വലിയ ആത്മീയ ദാഹമാണ് നിങ്ങളുടെ ഉള്ളിൽ ഭാരമായി അനുഭവപ്പെടുന്നത്. ആ സമയത്ത് അവരെ ഓർക്കുക. മൂന്നാമത്തെ ലക്ഷണം കേൾവിയുമായി ബന്ധപ്പെട്ടതാണ്. ഭൂമിക്ക് നിരക്കാത്ത ശബ്ദങ്ങൾ. ചുമരിൽ വളരെ മൃദുവായി 3 തവണ മുട്ടുന്ന ശബ്ദം കേൾക്കുക. ശൂന്യമായ ഹാളിൽ ആരെങ്കിലും നടക്കുന്നത് പോലെ തോന്നുക. അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോഴോ ഉണരുമ്പോഴോ
ആരോ നിങ്ങളുടെ പേര് വളരെ പതുക്കെ വിളിക്കുന്നത് പോലെ കേൾക്കുക. സങ്കീർത്തനം 130 1-2 വാക്യങ്ങൾ. കർത്താവെ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ചെവി ചായ്ച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. നിങ്ങളുടെ കാതുകളിൽ കേൾക്കുന്ന ആ മൃദുവായ ശബ്ദം അഗാധത്തിൽ കിടക്കുന്ന ആത്മാക്കളുടെ നിലവിളിയാണ്. അവർ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുകയാണ്. 4ാമത്തെ ലക്ഷണം വരുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കും വികാരങ്ങളിലേക്കുമാണ്. അകാരണമായ സങ്കടങ്ങളും പെട്ടെന്നുണ്ടാകുന്ന ഓർമ്മപ്പെടുത്തലും. നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ മുഴുകിയിരിക്കുമ്പോഴോ ആയിരിക്കും പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ വല്ലാത്തൊരു സങ്കടം നിങ്ങളെ വരിഞ്ഞു മുറുക്കുന്നത്. ഇത് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമുണ്ടാകുന്നതല്ല, മറിച്ച് മറ്റൊരു ആത്മാവിൻ്റെ വേദന നിങ്ങളുടെ ഹൃദയം തൊട്ടറിയുന്നതാണ്. ആ സമയത്ത് തന്നെ വർഷങ്ങൾക്ക് മുൻപ് മരിച്ച നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട വ്യക്തിയുടെ മുഖം പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിവരും. ഗലാത്യ 6:2 നമ്മോട് പറയുന്നു, പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ. ശുദ്ധീകരണ സ്ഥലത്ത് വലിയ ഭാരവും സങ്കടവും അനുഭവിക്കുന്ന ആ ആത്മാവ് അവരുടെ വേദന ഒരു ചെറിയ അംശം നിങ്ങളിലേക്ക് പകർന്നുവെന്ന് പ്രാർത്ഥനയ്ക്കായി യാചിക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾ അവർക്കായി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിലെ ആ വേദന മാറി സമാധാനം അവിടെ നിറയുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏറ്റവും അവസാനത്തെയും 5ാമത്തെയുമായ ശക്തമായ ലക്ഷണം ഇതാണ്: പല അടയാളങ്ങൾ ഒരുമിച്ച് വരുന്ന അവസ്ഥ. ഇതിനെയാണ് സ്വർഗത്തിൽ നിന്നുള്ള അടിയന്തര ടെലഗ്രാം എന്ന് വിളിക്കുന്നത്. അതായത്, നിങ്ങൾക്ക് മരിച്ചുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു സ്വപ്നം ഉണ്ടാകുന്നു. നിങ്ങൾ ഉണരുമ്പോൾ ആ വ്യക്തിയുടെ സുഗന്ധം മുറിയിൽ അനുഭവപ്പെടുന്നു. അതുമാത്രമല്ല, തൊട്ടടുത്ത ദിവസം തന്നെ അപ്രതീക്ഷിതമായി ആരെങ്കിലും വന്ന ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പഴയൊരു ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയോ ചെയ്യുന്നു. ദൈവം അരുളി ചെയ്യുന്നു, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വം, നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. സഹോദരങ്ങളെ, ഇതെല്ലാം വെറുമൊരു യാദർച്ഛികതയാണ് എന്ന് കരുതി തള്ളിക്കളയരുത്. മനുഷ്യബുദ്ധിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാത്ത വിധത്തിൽ സ്വർഗമൊരുക്കുന്ന ഇത്രയും നിഗൂഢമായ അടയാളങ്ങൾ ആ ആത്മാവിന് നിങ്ങളുടെ പ്രാർത്ഥനയും കുർബാനയും എത്രമാത്രം അടിയന്തരമായി ആവശ്യമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നതാണ്. ഈ അടയാളങ്ങൾ കാണുമ്പോൾ ഒട്ടും വൈകരുത്, അവർക്കായി കുർബാനകൾ അർപ്പിക്കുക. സഹോദരങ്ങളെ, ഈ കേട്ട ഓരോ അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കാണാറുണ്ടോ? എന്നാൽ വളരെ വേഗത്തിൽ തന്നെ അതിനുള്ള അടിയന്തരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തി കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.